അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാസ് മീഡിയയുടെ പുതിയൊരു വീഡിയോ വ്ലോഗിലേക്ക് നിങ്ങൾക്കേവർക്കും ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്ന ചരിത്ര സംഭവം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയ പത്നി. ആയിഷ ബീവിക്ക് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയൊരു വിപത്ത്, ഏറ്റവും വലിയൊരു അപവാദ പ്രചരണം എന്തായിരുന്നു അത്? എങ്ങനെയായിരുന്നു സംഭവിച്ചത്? അതിന് പുറകിൽ ആരായിരുന്നു എന്നുള്ളതൊക്കെയാണ് നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാനുള്ളത്. ഇസ്ലാമികമായ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഈ ചാനലിന് എല്ലാവിധ പിന്തുണയും സപ്പോർട്ടും നിങ്ങൾ നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തണമെന്നും അതുപോലെ നിങ്ങളുടെ കുടുംബത്തിലേക്ക്, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണമെന്നും വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ആയിഷ ബീവിക്ക് നേരിടേണ്ടി വന്ന വലിയൊരു വിപത്ത്, വലിയൊരു അനുഭവം, വലിയൊരു അപവാദ പ്രചരണം. ബനു മുസ്തലഖ് യുദ്ധം കഴിഞ്ഞ് മുസ്ലിങ്ങൾ മടങ്ങി വരികയാണ്. മദീനയ്ക്ക് സമീപം ഒരിടത്ത് താവളമടിച്ചു. ആ രാത്രി അവിടെ വിശ്രമിച്ചു. പ്രഭാതം വിടരാൻ പോകുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ യാത്രാ സംഘത്തിലുണ്ടായിരുന്നു. അതിരാവിലെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോയതായിരുന്നു ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. യാത്രാ സംഘത്തിന് പുറപ്പെടാൻ സമയമായി. ആയിഷ റളിയല്ലാഹു അൻഹയുടെ പല്ലക്ക് തമ്പിന് പുറത്തുണ്ടായിരുന്നു. അവർ മടങ്ങി വന്ന ശേഷം പല്ലക്കിൽ കയറും. പല്ലക്ക് ഒട്ടകപ്പുറത്ത് ബന്ധിക്കും. യാത്ര തുടരും. ഇങ്ങനെയാണ് പതിവായി നടന്നുകൊണ്ടിരുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ മടങ്ങി വരുന്നതും പല്ലക്കിനടുത്ത് നിൽക്കുന്നതും കണ്ടവരുണ്ട്. അവർക്ക് പല്ലക്ക് എടുത്ത് ഒട്ടകപ്പുറത്തു വെച്ചു യാത്ര തുടങ്ങി. ആയിഷ റളിയല്ലാഹു അൻഹ പല്ലക്കിൽ കയറിയിരുന്നില്ല. അവരുടെ കഴുത്തിലെ മാല നഷ്ടപ്പെട്ടിരുന്നു. അത് തിരയാൻ പോയതായിരുന്നു അവർ. മാല കിട്ടി. തിരിച്ചു വന്നപ്പോൾ പല്ലക്കുമില്ല, ഒട്ടകവുമില്ല, വിജനം, ആരുമില്ല. യാത്രാ സംഘത്തിൽ പ്രവാചകനടക്കം ഒരാളും അവിടെ കാണാനില്ല. പല്ലക്ക് എടുത്തു വെച്ചവർക്ക് ഭാരവ്യത്യാസം തോന്നിയില്ല. അന്ന് ആയിഷ റളിയല്ലാഹു അൻഹുവിന് 13 വയസ്സ് മാത്രമാണ് പ്രായം. തീരെ മെലിഞ്ഞ പെൺകുട്ടിയായിരുന്നു. മേലാസകലം മൂടിപ്പുതച്ച് അവിടെ തന്നെ കിടക്കുകയാണ് ആയിഷ ബീവി. താൻ ഒട്ടകപ്പുറത്തില്ലെന്ന് മനസ്സിലാക്കി ആരെങ്കിലും തന്നെ തിരഞ്ഞു വരുമെന്ന് അവർ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ആ കിടപ്പിൽ അങ്ങനെ ദീർഘസമയം ഉറങ്ങിപ്പോയി. പിന്നെ പണ്ട് കാലങ്ങളിലൊക്കെ സൈന്യം വിശ്രമ കേന്ദ്രങ്ങളിൽ നിന്ന് പുറപ്പെട്ട ശേഷം എന്തെങ്കിലും സാധനം മറന്നുപോയിട്ടുണ്ടോ എന്ന് നോക്കാൻ ഒരാളെ പിന്നിൽ വരാൻ വേണ്ടി നിയമിക്കുന്ന പതിവ് ആ കാലത്തിൽ ഉണ്ടായിരുന്നു. സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു അൻഹു ആയിരുന്നു ഇത്തവണ നിയോഗിക്കപ്പെട്ടത്. അദ്ദേഹം സാവകാശം ഒട്ടകപ്പുറത്ത് വരികയാണ്. നിലത്ത് കിടന്നുറങ്ങുന്ന പെൺകുട്ടിയെ അദ്ദേഹം കണ്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയെ ആയിഷ ബീവിയെ ഈ അവസ്ഥയിൽ കണ്ടു അദ്ദേഹം ഞെട്ടിപ്പോയി. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. സഫ്വാൻ റളിയല്ലാഹു അൻഹു ഉറക്കെ പറഞ്ഞുപോയി. ശബ്ദം കേട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ഞെട്ടി ഉണർന്നു. സഫ്വാൻ റളിയല്ലാഹു അൻഹുവിന് മുമ്പിൽ നിൽക്കുന്നു. സഫ്വാൻ റളിയല്ലാഹു അൻഹു ആയിഷ ബീവിക്ക് മുമ്പിൽ നിൽക്കുകയാണ്. പെട്ടെന്ന് മുഖം മറച്ചു. മറ്റൊരു നിവൃത്തിയുമില്ലായിരുന്നു. അവർ സഫ്വാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഒട്ടകപ്പുറത്ത് കയറിയിരുന്നു. സഫ്വാൻ റളിയല്ലാഹു അൻഹു ഒട്ടകത്തിന്റെ കയർ പിടിച്ചു നടന്നു. അവർ വേഗത്തിൽ സഞ്ചരിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സംഘവും വളരെ വിദൂരം എത്തിയിരുന്നു. വളരെ ദൂര ദിക്കിൽ അവർ എത്തിയിരുന്നു. സഫ്വാൻ റളിയല്ലാഹു അൻഹ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ വളരെ ആദരവോടെ മദീനയിലെ വീട്ടിലെത്തിച്ചു. ദീർഘയാത്ര കാരണം ആയിഷ ബീവിക്ക് മദീനയിലെത്തിയ ഉടനെ രോഗം പിടിപെട്ടു കിടപ്പിലായി. 1 മാസത്തോളം അസുഖം നീണ്ടു നിന്നിരുന്നു. ഇതിനിടയിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജുവൈരിയ റളിയല്ലാഹു അൻഹായും തമ്മിലുള്ള വിവാഹം നടന്നത്. അവരുടെ ഗോത്രങ്ങൾ കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. സ്വഹാബികൾ അവരെ സ്വതന്ത്രരാക്കുകയും ചെയ്തത്. ഇങ്ങനെ പല സംഭവങ്ങൾ കൊണ്ട് തിരക്ക് പിടിച്ചതായിരുന്നു ആ ദിവസങ്ങൾ. ഈ തിരക്കിനിടയിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ രോഗവിവരങ്ങൾ വേണ്ടതുപോലെ അന്വേഷിക്കാൻ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമയം കിട്ടിയതുമില്ല. കപടവിശ്വാസികൾക്ക് ഒരവസരം വീണുകിട്ടി. സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെയും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെയും ചേർത്ത് അപവാദം പ്രചരിപ്പിക്കുക. ഇരുവരും ഒന്നിച്ചാണല്ലോ വന്നത്. ആയിഷ റളിയല്ലാഹു അൻഹു എങ്ങനെ സഫ്വാന്റെ ഒട്ടകപ്പുറത്തെത്തി? നാട് മുഴുവൻ കൊട്ടി ഘോഷിച്ചുകൊണ്ട്
അപവാദങ്ങൾ പറഞ്ഞു നടക്കാൻ തുടങ്ങി. കപടവിശ്വാസികൾ കഥയുണ്ടാക്കി ആളുകൾക്കിടയിൽ പ്രചരിപ്പിച്ചു. പലരും നെറ്റിചുളിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ പരിശുദ്ധയാണ്, ഒരു തെറ്റും ചെയ്യുകയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പത്നിയാണ്, പ്രിയ ഭാര്യയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ്. അവരെങ്ങനെ സഫ്വാന്റെ കൂടെയായി എന്നുള്ള ഉത്തരമില്ലാത്ത ചോദ്യം. ആശയക്കുഴപ്പത്തിലായി പലരും, തുറന്നു ചോദിക്കാനും വയ്യ. അപവാദം പ്രചരിപ്പിക്കുന്നതിൽ ചില പെണ്ണുങ്ങളും പെട്ടുപോയി. ജയ്ഷിന്റെ മകൾ ഹംന എന്ന് പറയുന്ന സ്ത്രീയും അതിൽ പെട്ട സ്ത്രീയായിരുന്നു. അസാസയുടെ മകൻ മിസ്തഹ് അപവാദം പലരോടും പറഞ്ഞു നടന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ബന്ധുവാണ് ഈ മിസ്തഹ് എന്ന് പറയുന്ന സ്വഹാബി. സാമ്പത്തിക ശേഷിയൊന്നുമില്ല അദ്ദേഹത്തിന്. അതുകൊണ്ട് അത്യാവശ്യത്തിനുള്ള പണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളായിരുന്നു മിസ്തഹിന് നൽകിക്കൊണ്ടിരുന്നത്. മിസ്തഹ് ബദറിൽ പങ്കെടുത്ത ഒരു സ്വഹാബി കൂടിയാണ്. എന്നാലും അപവാദ പ്രചാരണത്തിൽ അദ്ദേഹവും പങ്കുവഹിച്ചു. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പ്രസിദ്ധനായ കവിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ധാരാളം കവിതകൾ പാടിയിട്ടുണ്ട്. പക്ഷേ അപവാദ പ്രചരണത്തിൽ കുടുങ്ങിപ്പോയി. മറ്റു പലർക്കും സംശയം തോന്നിയെങ്കിലും പറഞ്ഞു നടന്നില്ല. അവർ ക്ഷമിച്ചു. കപടവിശ്വാസികൾക്ക് ഇതിൽ പരം ഒരു സന്തോഷമില്ല. അബ്ദുല്ലാഹിബ്നു ഉബയ്യ് പരസ്യമായി തന്നെ രംഗത്തിറങ്ങി കണ്ടവരോടെല്ലാം വിളിച്ചു പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വല്ലാതെ വിഷമിച്ചുപോയി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രയാസം വിവരിക്കാവതല്ല. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മാതാപിതാക്കൾ തീ തിന്നു കഴിയുകയാണ്. മകളോട് അവർ ഈ കഥയൊന്നും പറഞ്ഞില്ല. ആയിഷ റളിയല്ലാഹു അൻഹ ഒന്നും അറിഞ്ഞുമില്ല. രോഗം പിടിപെട്ട് കിടപ്പിലാണല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൽ രോഗിയായി കിടക്കുന്ന ആയിഷ റളിയല്ലാഹു അൻഹ അവരെ പരിചരിക്കാൻ വേണ്ടി ഉമ്മ വന്നിട്ടുണ്ട്. ഉമ്മയുടെ വാത്സല്യം നിറഞ്ഞ പരിചരണം മാത്രമാണ് അവർക്ക് ആശ്വാസം. പുറത്തെ കഥകളൊന്നും ആയിഷ ബീവി അറിഞ്ഞിട്ടുമില്ല. രോഗം വരുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ദയാപൂർവം പെരുമാറും. ഇത്തവണ അത് കണ്ടില്ല. ഇടയ്ക്കൊക്കെ വരും, എങ്ങനെയുണ്ടെന്ന് ചോദിക്കും, അത്ര തന്നെ. അതാണ് ആയിഷ ബീവിയുടെ മനസ്സിലുള്ളത്. എന്താണ് ഇങ്ങനെയൊരു മാറ്റം? ആയിഷ ബീവി അതിശയിച്ചു. ഈ അകൽച്ച അസഹ്യമായി തീർന്നപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, ഞാൻ ഉമ്മയുടെ വീട്ടിലേക്ക് മാറി താമസിക്കട്ടെയോ? മാറി താമസിച്ചോളൂ. പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമ്മതം കൊടുത്തു. ആയിഷ ബീവി വളരെ അത്ഭുതപ്പെട്ടു. എന്തൊരു പണിയാണിത്? തന്നോട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞിരിക്കുന്നു. ഇത്തിരി കൂടുതൽ ദയ കിട്ടാൻ വേണ്ടി ചോദിച്ചതാണല്ലോ ഞാൻ. പോകാൻ സമ്മതം തന്നിരിക്കുന്നു. ഉമ്മയുടെ കൂടെ വീട്ടിലേക്ക് പോയി. വളരെ ദുഃഖത്തോടെ കരഞ്ഞുകൊണ്ട് ആയിഷ ബീവി ഉമ്മയുടെ വീട്ടിലേക്ക് പോയി. മനസ്സ് നിറയെ വിഷമമായിരുന്നു. അധിക ദൂരമില്ലല്ലോ. ഇടയ്ക്കൊക്കെ ഭർത്താവ് വരും, അന്വേഷിക്കും. പഴയ സ്നേഹപ്രകടനമൊന്നുമില്ല. എന്തോ ഒരകൽച്ച ആയിഷ ബീവിക്ക് തോന്നുകയാണ്. ഉമ്മ, എന്താ ഇങ്ങനെ? എന്നോട് പഴയ സ്നേഹം കാണിക്കുന്നില്ലല്ലോ എന്ന് ആയിഷ ബീവി ആവലാതി പറയുകയാണ് ഉമ്മയോട്. ഉമ്മ പറഞ്ഞു, സ്നേഹമൊക്കെയുണ്ട്, മോൾക്ക് വെറുതെ തോന്നുന്നതാണ്. ഉമ്മ മകളെ ഇങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് പതിവ്. പിതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇടയ്ക്ക് വരും, മകളെ ആശ്വസിപ്പിക്കും. രോഗകാര്യത്തിൽ വളരെ ശ്രദ്ധാലുവാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മാതാപിതാക്കൾ തന്നെ വളരെ കൂടുതൽ സ്നേഹിക്കുന്നു. ഭർത്താവ് മാത്രം അകന്നു പോകുന്നു. എന്താ ഇങ്ങനെ എന്ന ഉത്തരമില്ലാത്ത ചോദ്യം ആയിഷ ബീവിയുടെ മനസ്സിൽ അലട്ടുകയാണ്. പ്രവാചകന്റെ മനോവിഷമം വളരെ അധികമാണ്. തന്റെ ഭാര്യയോട് ഒന്നും തുറന്നു ചോദിക്കാൻ കഴിയുന്നില്ല. മനസ്സിലെ വിഷമം അസഹ്യമായപ്പോൾ തന്റെ കുടുംബത്തിലെ ചിലരോട് കാര്യങ്ങൾ ചർച്ച ചെയ്തു പ്രവാചകൻ. അവർക്കെല്ലാം ആയിഷ ബീവിയെ പറ്റി നല്ലതേ പറയാനുള്ളൂ. ഉസാമ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞു, അങ്ങയുടെ കുടുംബം തന്നെയാണ്. അവരെ കുറിച്ച് നല്ലതു മാത്രമേ ഞങ്ങൾക്കറിയുകയുള്ളൂ. അലി റളിയല്ലാഹു അൻഹു ഓടി വന്നു പറഞ്ഞു, അവരുടെ വേലക്കാരിയോട് അങ്ങ് സംസാരിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേലക്കാരിയോട് സംസാരിച്ചു. വേലക്കാരി പറഞ്ഞു, സത്യവുമായി അങ്ങയെ അയച്ച അല്ലാഹുവാണേ സത്യം. കണ്ണുകൾ ചിമ്മേണ്ട യാതൊരു കാര്യവും ഞാൻ ഇന്നേ വരെ ആയിഷ ബീവിയിൽ കണ്ടിട്ടില്ല. ഒരു കാര്യം പറയാം, അവർ വളരെ ചെറുപ്പമാണ്. അപ്പം ഉണ്ടാക്കാൻ മാവ് കുഴയ്ക്കുന്നതിനിടയിൽ അവർ ഉറങ്ങിപ്പോകും. ആട്ടിൻകുട്ടി വന്ന് അത് തിന്നുകളയും. അങ്ങനെയുള്ള സംഭവമൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്വത കുറഞ്ഞ ചെറിയൊരു കുട്ടിയല്ലേ ആയിഷ ബീവി എന്ന അർത്ഥം വരുന്ന രീതിയിൽ വേലക്കാരി പ്രവാചകനോട് സംസാരിച്ചു.
ഒരു 13-കാരിയുടെ നിഷ്കളങ്കമായ അവസ്ഥയെക്കുറിച്ചാണ് വേലക്കാരി പ്രവാചകനോട് പറഞ്ഞത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ സങ്കടത്തോടുകൂടി ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായി പള്ളിയിലേക്ക് മടങ്ങി വരികയാണ്. മനസ്സ് ഇളകി മറിയുകയാണ് പ്രവാചകന്റെ. ആശ്വാസവാക്കുകൾക്ക് ദാഹിക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആരുണ്ട് ആശ്വാസം പകരാൻ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ആശ്വാസം പകരാൻ പറ്റുമോ? സ്വന്തം മകളെ പറ്റിയല്ല ആരോപണം, എല്ലാം ആ മുനാഫിഖിന്റെ പണിയാണ്, അബ്ദുല്ലാഹിബിൻ ഉബയ്യിന്റെ. ആയിഷ റളിയല്ലാഹു അൻഹായുടെ രോഗം കുറഞ്ഞു വന്നു. ഇപ്പോൾ നല്ല ആശ്വാസമുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാക്ക് ഒന്ന് പുറത്തിറങ്ങണമെന്ന് തോന്നുകയാണ്. കൂടെ സഹായത്തിന് ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ബന്ധുവാണ് ആ സ്ത്രീ. അവരുടെ മകനാണ് മിസ്തഹ്. അപവാദം പ്രചരിപ്പിച്ചിരുന്ന, ബദറിൽ പങ്കെടുത്തിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ധനം സഹായം നൽകിയിരുന്ന മിസ്തഹ് എന്ന് പറയുന്നവരുടെ ഉമ്മയാണ് ആയിഷ ബീവിയുടെ കൂടെ നടക്കാനിറങ്ങിയ ആ സ്ത്രീ. നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ സ്ത്രീ വസ്ത്രം തട്ടി വീണു. മിസ്തഹ് നശിക്കട്ടെ. വീണപ്പോൾ അവരെങ്ങനെ പ്രാഗി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആശ്ചര്യത്തോടെ ചോദിച്ചു, ബദറിൽ പങ്കെടുത്ത ഒരാളെ പറ്റി ശാപവാക്കുകൾ പറയുകയാണോ? നിങ്ങൾക്കിതെന്തു പറ്റി? സ്വന്തം മകനാണെങ്കിലും അങ്ങനെ പറയാൻ പറ്റുമോ എന്ന് പറഞ്ഞപ്പോൾ ഉമ്മു മിസ്തഹ് ചോദിച്ചു, മോളെ, അവൻ പറഞ്ഞു നടക്കുന്നതൊന്നും നീ അറിഞ്ഞില്ലേ? ഇല്ല, എന്താ ഉണ്ടായത്? നിഷ്കളങ്കമായി ആയിഷ ബീവി ചോദിച്ചു. നിന്നെയും സഫ്വാനിനെയും കുറിച്ച് ആളുകൾ പലതും പറയുന്നു. സഫ്വാന്റെ ഒട്ടകപ്പുറത്തല്ലേ മോൾ അന്ന് വന്ന്? അതാണ് ഏറ്റവും വലിയ കുഴപ്പമുണ്ടായത്. ഇടിവെട്ടേറ്റതുപോലെ നിന്നുപോയി ആയിഷ ബീവി. എന്താണ് താൻ കേട്ടത്? മദീനക്കാർ തന്നെ സംശയിക്കുകയോ? പാവം സഫ്വാൻ, അദ്ദേഹം തന്നെ രക്ഷിച്ചു, അതിനുള്ള പ്രതിഫലമാണോ ഇത്? പെട്ടെന്ന് പ്രവാചകനെ കുറിച്ച് ഓർത്തുപോയി. തനിക്ക് രോഗം കലശലായിരുന്നപ്പോൾ പോലും പരിഗണിച്ചില്ല. ഒരു പരിചരണവും ലഭിച്ചില്ല. മദീനയിൽ വന്ന ഉടനെ രോഗം പിടിപെട്ടു. അന്നു മുതൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ അവഗണിക്കുന്നതായി തോന്നിയിരുന്നു. ഇതായിരുന്നോ കാരണം എന്ന് ആയിഷ ബീവി മനസ്സിൽ ചിന്തിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ സംശയിക്കുന്നോ? ഇതെങ്ങനെ സഹിക്കും? തന്നെ കൊണ്ടാവുന്നില്ല. തളരുകയാണ് ആയിഷ ബീവി. എന്തേ ഇതുവരെ ആരും തന്നോടിത് പറയാത്തത്? ഒരു മനുഷ്യനും പറഞ്ഞില്ലല്ലോ. എന്താണ് സംഭവിച്ചതെന്ന് ആർക്കെങ്കിലും ചോദിച്ചുകൂടെ? ബാപ്പ ചോദിച്ചില്ല, ഉമ്മ ചോദിച്ചില്ല, പ്രവാചക തങ്ങളും ചോദിച്ചില്ല. ആയിഷ റളിയല്ലാഹു അൻഹ ആവേശഭരിതയായി മാറുകയാണ്. ഇത് സഹിക്കാൻ കഴിയുന്നില്ല. എൻ്റെ റബ്ബേ, എൻ്റെ റബ്ബേ എന്ന് കരഞ്ഞ് തേങ്ങി തേങ്ങി വിളിച്ചുകൊണ്ട് അവർ വീട്ടിനകത്തേക്ക് ഓടിക്കയറുകയാണ്. ഒരുതരം കോപാവേശത്തോടെ ആയിഷ റളിയല്ലാഹു അൻഹ ഉമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഉമ്മയെ കെട്ടിപ്പിടിച്ചു. ഉമ്മ, അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് തരട്ടെ. നിങ്ങൾ എന്താണ് ഈ കാര്യങ്ങളൊന്നും എന്നോട് പറയാതിരുന്നത്? ഒന്നുപോലും പറഞ്ഞില്ലല്ലോ എൻ്റെ ഉമ്മ. പറഞ്ഞു തീരും മുമ്പേ കണ്ണുകൾ നിറഞ്ഞൊഴുകി ആ പാവം ബാലികയുടെ. മകളെ കുറിച്ചറിയാവുന്ന ഉമ്മയ്ക്ക് സങ്കടം അടക്കാനായില്ല. മകളെ എന്തു പറഞ്ഞാണ് സമാധാനിപ്പിക്കുക? ക്ഷമിക്കൂ പൊന്നുമോളെ, ക്ഷമിക്കൂ. ഭർത്താവിൽ നിന്ന് ഇത്രയേറെ സ്നേഹം ലഭിക്കുന്ന ഭാര്യമാരെയൊക്കെ അസൂയാലുക്കൾ പിടികൂടും. അവർ അപവാദങ്ങൾ പറയും എന്ന് പറയുകയാണ് ഉമ്മ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും എന്നെ വെറുത്തോ? പിന്നെ ഏങ്ങലടിച്ചുള്ള കരച്ചിലായിരുന്നു. അസഹ്യമായ വേദന കടിച്ചമർത്താനാവാതെ വാവിട്ട് നിലവിളിച്ചു പോവുകയാണ്. ഊണില്ല, ഉറക്കമില്ല, കരച്ചിൽ മാത്രം. ആശ്വാസവചനങ്ങൾക്കൊന്നും ഫലമുണ്ടായില്ല. 2 ദിവസം തുടർച്ചയായി കരച്ചിൽ തന്നെ ആയിഷ ബീവി. ഭേദപ്പെട്ട അസുഖം വീണ്ടും തിരിച്ചു വരികയാണ്. ശരീരം ക്ഷീണിച്ചു മെലിയുകയാണ്. വല്ലാതെ തളർന്നു പോവുകയാണ്. മാതാപിതാക്കൾ ആശങ്കയോടെ മകളുടെ സമീപം നിൽക്കുകയാണ്. അവരും കരയുകയാണ്. ആ സമയം പെട്ടെന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരികയാണ്. ആ മുഖം വല്ലാതെ വിവരണമായിരുന്നു. മനസ്സിലെ ദുഃഖം മുഖത്ത് കാണാം. പ്രവാചകനെ കണ്ടതോടെ കരച്ചിൽ ഉച്ചത്തിലായി. ആയിഷ പ്രവാചകൻ മെല്ലെ വിളിച്ചു. അവർ മുഖമുയർത്തി. ആളുകൾ പറഞ്ഞു നടക്കുന്നതൊക്കെ നീയും കേട്ടു കാണുമല്ലോ. നീ നിഷ്കളങ്കയാണെങ്കിൽ അള്ളാഹു അത് തെളിയിക്കും. ഉമ്മയെയും ബാപ്പയെയും നോക്കിക്കൊണ്ട് ബീവി ചോദിച്ചു, ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്കൊന്നും പറയാനില്ലേ? ഞങ്ങൾക്കെന്താണ് പറയേണ്ടതെന്നറിയില്ല മോളെ എന്ന് അവർ മറുപടി പറയുകയും ചെയ്തു. ഹൃദയം പൊട്ടിത്തകരുന്നത് പോലുള്ള വേദന. ഉറക്കെ കരയാനേ കഴിഞ്ഞുള്ളൂ. എനിക്കൊന്നും അറിയില്ല, ആരോടും ഒന്നും പറയാനുമില്ല. അള്ളാഹുവിനറിയാം എൻ്റെ കാര്യങ്ങൾ. അവർ തിരിഞ്ഞു കിടക്കുകയാണ്. കനത്ത ദുഃഖം തളം കെട്ടി നിന്ന അന്തരീക്ഷം. ആരും ഒന്നും ശ്രദ്ധിക്കുന്നില്ല. ആയിഷ റളിയല്ലാഹു അൻഹായുടെ ഏങ്ങലടി മാത്രം കേൾക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്പം അകലേക്ക് മാറിയിരുന്നു.
പെട്ടെന്ന് ആ മുഖത്തിന്റെ ഭാവം മാറി. വഹീന്റെ ലക്ഷണമാണ്. ആയിഷ റളിയല്ലാഹു അൻഹായുടെ കാര്യത്തിൽ വിശുദ്ധ വചനങ്ങൾ ഇറങ്ങുന്നു. സമയം ഇഴഞ്ഞു നീങ്ങുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം മടങ്ങിപ്പോയി. നെറ്റിയിലെ വീർപ്പുതുള്ളികൾ തുടച്ചു മാറ്റിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിഷ, നിനക്കതൊരു സന്തോഷ വാർത്ത വന്നിരിക്കുന്നു. അള്ളാഹു നിന്റെ നിരപരാധിത്വം തെളിയിച്ചിരിക്കുകയാണ്. അത് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിലേക്ക് നടന്നുപോയി. മാതാവ് മകളെ കെട്ടിപ്പുണർന്നു. കരഞ്ഞു കലങ്ങിയ കണ്ണുകളിൽ വെളിച്ചം, വാടിപ്പോയ മുഖം മെല്ലെ പ്രസന്നമായി വന്നു. തളർന്ന ചുണ്ടുകൾ മന്ത്രിച്ചു, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അള്ളാഹുവിനാണ് സർവസ്തുതിയുമെന്ന് ഉറക്കെ പറയുകയാണ്. പള്ളിയിൽ തടിച്ചുകൂടിയ സത്യവിശ്വാസികൾക്ക് മുന്നിൽ ഇപ്പോൾ അവതരിച്ച ഖുർആൻ വചനങ്ങൾ ഓതിക്കേൽപ്പിക്കുകയാണ് പ്രവാചകൻ. കള്ളം കെട്ടിച്ചമച്ചത് നിങ്ങളിൽ നിന്നുള്ള ഒരു സംഘം തന്നെയാണ്. അതിൽ നിങ്ങൾക്ക് ദോഷമൊന്നുമില്ല, നിങ്ങൾക്കത് ഗുണമാണ്. കള്ളം പ്രചരിപ്പിച്ചവർക്ക് ഓരോരുത്തർക്കും അവർ പ്രവർത്തിച്ചതിന്റെ ഫലം ലഭിക്കുക തന്നെ ചെയ്യും. കള്ളക്കഥ പ്രചരിപ്പിച്ചതിൽ പ്രധാന പങ്ക് വഹിച്ചവന് കഠിന ശിക്ഷയുണ്ട്. ആ വാർത്ത കേട്ടപ്പോൾ സത്യവിശ്വാസികളും വിശ്വാസിനികളും സ്വന്തം ആളുകളെ കുറിച്ച് എന്തുകൊണ്ട് നല്ലത് വിചാരിച്ചില്ല? അത് വ്യക്തമായ കള്ള ആരോപണമാണെന്ന് എന്തുകൊണ്ടവർ പറഞ്ഞില്ല? ആ വാർത്ത കേട്ടപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് സംസാരിച്ചുകൂടാ? പരിശുദ്ധനായ അള്ളാഹുവേ, ഇത് വലിയൊരു കള്ളക്കഥ തന്നെയാണ് എന്ന് എന്നുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല എന്ന് സ്വന്തമായി ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങൾ മേലിൽ ചെയ്തു പോകരുതെന്ന് അള്ളാഹു ഇതാ നിങ്ങളെ ഉപദേശിച്ചിരിക്കുന്നു. കള്ളക്കഥ പ്രചരിപ്പിച്ചവർക്കെതിരെ ശക്തമായ താക്കീത് നൽകിക്കൊണ്ട് അവതരിച്ച വിശുദ്ധ ഖുർആൻ വചനങ്ങളുടെ ആശയമാണ് മുകളിൽ വായിച്ചത്. പരിശുദ്ധകളായ വനിതകളെ കുറിച്ച് അപവാദം പറയുന്നത് ഗുരുതരമായ കുറ്റമാണ്. അതിന് കഠിനമായ ശിക്ഷ ലഭിക്കുക തന്നെ ചെയ്യും. അത്തരം വാർത്തകൾക്ക് ചെവി കൊടുക്കരുത്. സത്യവിശ്വാസികൾ ഒരു കാരണവശാലും അതിൽ പെട്ടുപോകരുത്. ഇങ്ങനെ എന്തെല്ലാം പാഠങ്ങൾ ഈ വചനങ്ങൾ ഉൾക്കൊള്ളുന്നു. ആയത്തുകൾ അവതരിച്ചതോടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സ് തെളിഞ്ഞു, മുഖം തെളിഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹായോടുള്ള സ്നേഹം വർദ്ധിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹുവിന്റെ കാര്യത്തിൽ സഹപത്നിമാരും കുടുംബാംഗങ്ങളും വളരെ ദുഃഖത്തിലായിരുന്നു. എല്ലാവരും ഇപ്പോൾ സന്തോഷിക്കുന്നു. മാതാപിതാക്കൾ മകളെ കെട്ടിപ്പിടിച്ച് ആനന്ദാശ്രുക്കൾ പൊഴിക്കുകയാണ്. മകളുടെ പദവി വർദ്ധിച്ചതായി അവർക്ക് മനസ്സിലാവുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹുവിന്റെ രോഗം മാറി, പ്രസരിപ്പ് കൂടി, മനസ്സകം പ്രാർത്ഥനാ നിർഭരമായി. അപവാദ പ്രചരണത്തിന് 3 പേർക്ക് ശിക്ഷ കിട്ടി. ജഹിഷിന്റെ മകൾ ഹംന, അസാസയുടെ മകൻ മിസ്തഹ്, ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹും. മിസ്തഹ് റളിയല്ലാഹു അൻഹുവിന് അബൂബക്കർ റളിയല്ലാഹു അൻഹു നൽകിക്കൊണ്ടിരുന്ന സാമ്പത്തിക സഹായം അപവാദ പ്രചരണത്തെ തുടർന്ന് നിർത്തിവെച്ചു. അത് ശരിയായ നടപടിയല്ലെന്ന ആശയത്തോടെ ഖുർആൻ അവതരിച്ചു. സാമ്പത്തിക സഹായം തുടർന്ന് നൽകണമെന്ന് പ്രേരിപ്പിക്കുകയും ചെയ്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സാമ്പത്തിക സഹായം വീണ്ടും നൽകാൻ തുടങ്ങി. ലോകാവസാനം വരെയുള്ള സത്യവിശ്വാസികൾക്ക് പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് ഈ സംഭവം നടന്നത്. സ്ത്രീകൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നവർ എക്കാലവും കാണും. വെറുതെ ആരോപണം ഉന്നയിക്കുന്നവർ ശിക്ഷാർഹരാണ്. അള്ളാഹുവിന്റെ കഠിനമായ കോപത്തിന് വിധേയമാകുന്ന ഒരു നടപടിയാണിത്. വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലേക്ക് തന്നെ മടങ്ങി. സഹപത്നിമാരൊക്കെ അവരെ സ്വീകരിക്കാൻ കാത്തിരിക്കുകയായിരുന്നു. ശിക്ഷയ്ക്കു വിധേയരായവർ തങ്ങൾക്കു പിണഞ്ഞ അബദ്ധമോർത്ത് ഖേദിച്ചു തൗബ ചെയ്യുകയാണ്. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപം കൊതിച്ചെത്തി. മദീനയിലെ അന്തരീക്ഷം തെളിയുകയാണ്. സന്തോഷവും സമാധാനവും നിറഞ്ഞ നാളുകൾ പിറക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനിയും വ്യത്യസ്തമാർന്ന ഇസ്ലാമിക ചരിത്രങ്ങളുമായി അടുത്ത വീഡിയോകളിൽ കാണാം. നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും പ്രതീക്ഷിച്ചുകൊണ്ട് വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.